നമ്മുടെ ചർച്ചകളിൽ അധികമാരും പറയാത്തൊരു കാര്യം എന്താണെന്നറിയാമോ? ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നിങ്ങളുടെ കാര്യങ്ങൾ എളുപ്പമാകണമെന്നില്ല. ചിലപ്പോൾ അത് കൂടുതൽ അപകടകരമാകും. പല ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അഭിഷേകം നല്ല സുഖസൗകര്യങ്ങൾ കൊണ്ടുവരും എന്നാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ അത് കൂടുതലും പ്രശ്നങ്ങളെയാണ് ആകർഷിക്കുന്നത്. ഷടാ, ഇതുവരെ എൻ്റെ കാര്യങ്ങൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ തുടങ്ങിയതിന് ശേഷമാണല്ലോ പല കാര്യങ്ങളിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഒട്ടും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ആത്മീയ തലത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ദൈവം നിങ്ങളെ കൈവിട്ടു, ദൈവം നിങ്ങളെ ബുദ്ധിമുട്ടുള്ള സമയത്ത് ഒറ്റയ്ക്കാക്കി എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. പക്ഷെ സത്യം പറഞ്ഞാൽ ദൈവം നിങ്ങളെ ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന് ഒട്ടും ആവശ്യമില്ലാത്തവരെ പിശാച് ഒന്നും ചെയ്യത്തില്ല, അവരെ ഒട്ടും ബുദ്ധിമുട്ടിക്കില്ല. ദൈവം തിരഞ്ഞെടുക്കുന്നവരെയാണ് അവൻ ലക്ഷ്യമിടുന്നത്. ദൈവം എന്നെ അഭിഷേകം ചെയ്തിട്ടുണ്ടോ എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സംശയം തോന്നിയിട്ടുണ്ടോ? ഈ വീഡിയോ അവസാനം വരെ കാണുക, നിങ്ങൾക്ക് അത് മനസ്സിലാകും. ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്യണമെങ്കിൽ നല്ല കരുത്തും നല്ല ഒരുക്കവും നല്ല കഴിവും വേണമെന്നാണ് പലരും വിശ്വസിക്കുന്നത്. പക്ഷേ സംഭവിക്കാറുള്ളത് എന്താന്ന് വെച്ചാൽ ഇതിന് നേരെ വിപരീതമായിട്ടാണ്. നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു അല്ലെങ്കിൽ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നതിന്റെ ശക്തമായ ഒരു അടയാളം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അയോഗ്യത തോന്നും, നിങ്ങൾ ഇതിനുവേണ്ടി ഒരുക്കമല്ല എന്ന് നിങ്ങൾക്ക് തോന്നും എന്നതാണ്. ഇതിന് കാരണം നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം ശക്തിയേക്കാൾ നിങ്ങൾ ദൈവത്തെ ആശ്രയിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യെശയ്യാവ് 6-ാം അധ്യായത്തിൽ അവൻ ദൈവത്തെ കണ്ടുമുട്ടുന്ന ആ രംഗം ഒന്ന് ശ്രദ്ധിച്ചേ. അവൻ കർത്താവിന്റെ മഹത്വം കണ്ടപ്പോ അതിനോടുള്ള അവന്റെ പ്രതികരണം ഒന്ന് നോക്കിക്കേ. അവന് ആത്മവിശ്വാസം ഉണ്ടായില്ല, മറിച്ച് അവന് ഭയങ്കര താഴ്മയുണ്ടായി. അവൻ നിലവിളിച്ചു, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ അശുദ്ധ അധരങ്ങളുള്ള ഒരു മനുഷ്യൻ എന്ന്. യെശയ്യാവ് തന്റെ സ്വന്തം കുറവുകൾ കണ്ടു. ഈ മഹത്വം കാണാൻ മാത്രം അവൻ യോഗ്യതയില്ല എന്നവന് തോന്നി. എങ്കിലും ദൈവം അവനെ തെരഞ്ഞെടുത്തു, കർത്താവ് അവനെ ശുദ്ധീകരിച്ചു. എന്നിട്ട് ദൈവം ചോദിച്ചു, ഞാൻ ആരെ അയക്കേണ്ടു എന്ന്. അപ്പോൾ യെശയ്യാവ് മറുപടി പറഞ്ഞു, അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന്. ദൈവം ആളുകളെ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് അവരെല്ലാ കാര്യങ്ങളിലും പൂർണ്ണരാകണമെന്ന് ദൈവം കാത്തിരിക്കുന്നില്ല. ദൈവം ആദ്യം അവരെ തിരഞ്ഞെടുക്കും, ശേഷം അവരെ അതിനുവേണ്ടി ഒരുക്കും. ഈ ഒരു രീതി ബൈബിളിലുടനീളം നമുക്ക് കാണാൻ പറ്റും. ജനത്തെ നയിക്കാനുള്ള തന്റെ കഴിവിനെ മോശ സംശയിച്ചു. ദാവീദ് വെറുമൊരു ആട്ടിടയൻ മാത്രമായിരുന്നു, തനിക്ക് ഒട്ടും ധൈര്യമില്ല എന്നാണ് ഗിദെയോൻ അവനെക്കുറിച്ച് പറഞ്ഞത്. എങ്കിലും അസാധാരണമായ രീതിയിൽ ദൈവം ഉപയോഗിച്ചത് ഈ ആളുകളെ തന്നെയാണ്. നിങ്ങൾക്ക് അയോഗ്യത തോന്നുന്നുണ്ടെങ്കിൽ സംശയിക്കണ്ട, ദൈവം നിങ്ങളെ ഉപയോഗിക്കും. ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പലപ്പോഴും നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കും. ചിലപ്പോൾ കൂട്ടുകാർ അകന്നുപോയെന്ന് വരാം, നിങ്ങളെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നാം. എന്നാൽ ശ്രദ്ധിച്ചേ, ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ക്ലാസ് റൂം പോലെയാണ്. ഹോശേയ 2-ാം അധ്യായം 4-ാം വാക്യം ഈ പ്രക്രിയയെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ അവളെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയും അവളോട് ഹൃദ്യമായി സംസാരിക്കുകയും ചെയ്യും. ദാവീദ്, യോസഫ് അങ്ങനെയുള്ളവരെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. അവരും ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ട്, പക്ഷേ കൈവിടപ്പെട്ടിട്ടില്ല. അത് അവരുടെ ഒരുക്കത്തിന്റെ സമയമായിരുന്നു. ദൈവത്തിൽ മാത്രം ആശ്രയിക്കാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ലോകത്തിന്റെ മറ്റു കാര്യങ്ങളിൽ നിന്ന് ദൈവം നിങ്ങളെ മാറ്റുന്നതാണത്. ഉയർത്താൻ ഉദ്ദേശിക്കുന്നവരെ സ്വർഗം പലപ്പോഴും ഒറ്റപ്പെടുത്താറുണ്ട്. നിങ്ങളുടെ മേലുള്ള അഭിഷേകത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് പിശാചിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവൻ നിങ്ങളുടെ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്നത്. ദൈവം തീരുമാനിച്ച കാര്യങ്ങളെക്കുറിച്ച് സംശയവും അതങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ള ചിന്ത മനസ്സിലിട്ട് നിങ്ങളെ സംശയിപ്പിക്കും. സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കിയതിനു ശേഷം ഏലിയാവിനും ഇതേ സംശയം മനസ്സിലുണ്ടായി. വിഷാദത്തിലായ അവൻ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. മനസ്സിലുണ്ടാകുന്ന പോരാട്ടങ്ങൾ, സംശയങ്ങൾ എല്ലാം യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 10-ാം അധ്യായം 5-ാം വാക്യം നമ്മോട് പറയുന്നത്, ദൈവ പരിജ്ഞാനത്തിന് എതിരായി ഉയർന്നു വരുന്ന എല്ലാ വാദമുഖങ്ങളെയും ഞങ്ങൾ ഇല്ലാതാക്കുകയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി ഏത് ചിന്തയെയും അടിയറവ് വയ്ക്കുകയും ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ ഇതൊരു ബലഹീനതയല്ല, അത് ആത്മീയ പോരാട്ടമാണ്. എന്നാൽ ഫിലിപ്പിയർ 4-ാം അധ്യായം 7-ാം വാക്യം നമുക്കൊരു വാഗ്ദാനം നൽകുന്നുണ്ട്. മനുഷ്യന്റെ ഗ്രഹണശക്തിക്ക് അതീതമായ ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയത്തെയും ചിന്തകളെയും ക്രിസ്തു യേശുവിൽ സംരക്ഷിക്കും. നിങ്ങളുടെ മനസ്സിൽ എത്രത്തോളം നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നോ അത്രത്തോളം നിങ്ങളുടെ അഭിഷേകം ശക്തമായി മാറിയിരിക്കുന്നു എന്നതാണ് അതിനർത്ഥം. പല കാര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു, എന്നാൽ അതിൽ ചില കാര്യങ്ങൾക്ക് മറുപടി ഒന്നും കിട്ടില്ല. എനിക്ക് എവിടെയെങ്കിലും തെറ്റുപറ്റിയോ, അല്ലെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും കുറവുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ അടുത്തുനിന്ന് വരുന്ന ഓരോ നിശബ്ദതയും പല മേഖലകളിൽ നിങ്ങളെ സംരക്ഷിക്കുന്നു എന്നതാണ്. സദൃശവാക്യം 16-ാം അധ്യായം 9-ാം വാക്യം ഇങ്ങനെ പറയുന്നു, മനുഷ്യർ തങ്ങളുടെ ഹൃദയത്തിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു, എന്നാൽ യഹോവ അവരുടെ കാലടികളുടെ ഗമനം ക്രമീകരിക്കുന്നു. ഒരു പ്രത്യേക വാതിൽ എനിക്ക് തുറന്നു തന്നേ പറ്റുള്ളൂ എന്നൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കും. പക്ഷെ ദൈവം തുറക്കില്ല. കാരണം
അതിന്റെ പിന്നിൽ എന്താണ് എന്നത് ദൈവത്തിന് മാത്രമേ കൃത്യമായിട്ട് അറിയുള്ളൂ. എന്തൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞാലും ശരി, നിങ്ങൾ പിന്മാറില്ല. നിങ്ങൾക്ക് ഒരുപക്ഷെ കരയേണ്ട അവസ്ഥ വന്നേക്കാം, ഒരുപക്ഷെ സംശയിച്ചു എന്ന് വരാം, ഞാൻ യോഗ്യനല്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ നിങ്ങളുടെ മനസ്സ് പിന്മാറാൻ സമ്മതിക്കില്ല. പൗലോസ് 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടത അനുഭവിക്കുന്നുണ്ട് എങ്കിലും പാടെ തകർന്നു പോകുന്നില്ല. അഭിഷേകം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വേദനയെ ഇല്ലാതാക്കുന്നില്ല, പകരം അത് നിങ്ങളുടെ വേദനയ്ക്ക് ഒരു ഉദ്ദേശം നൽകുന്നുണ്ട്. ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ മാറ്റാനാവാത്ത ആഴത്തിലുള്ള ഒരു അസ്വസ്ഥത മനസ്സിലുണ്ടാകും. ഇതൊരു സാധാരണ അസംതൃപ്തിയല്ല, നിങ്ങളുടെ ഉള്ളിൽ ഇളകി പറയുന്ന ഒരു വിശുദ്ധ അതൃപ്തിയാണിത്. വെറും ഒരു സാധാരണ ജീവിതത്തിൽ ഒതുങ്ങിപ്പോകാൻ നിങ്ങളെ അത് അനുവദിക്കില്ല. ഇതിന് നല്ലൊരു ഉദാഹരണം മോശയാണ്. സമ്പത്തും പദവിയും നല്ല സുഖസൗകര്യങ്ങളുമൊക്കെ ഉള്ള ഈജിപ്തിലെ കൊട്ടാരത്തിലാണ് അവൻ വളർന്നത്. അവന് ആവശ്യമുള്ളതെല്ലാം അവനുണ്ടായിരുന്നു. എന്നിട്ടും സ്വന്തം ജനത്തിന്റെ കഷ്ടപ്പാടുകൾ കണ്ടില്ലെന്ന് നടിക്കാൻ അവന്റെ മനസ്സ് അനുവദിച്ചില്ല. ദൈവം തന്റെ ഹൃദയത്തിൽ ഇതിലും വലിയ എന്തോ ഒരു കാര്യം നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ട് അവന് പിന്നെ കൊട്ടാരത്തിൽ തന്നെ ജീവിക്കാൻ കഴിഞ്ഞില്ല. ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ സമയത്തും വളരെ സുഖകരമായ രീതിയിൽ തന്നെ തുടരാൻ പറ്റും എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. ഒരു സമയത്ത് നിങ്ങളെ ആവശ്യഭരിതരാക്കിയ കാര്യങ്ങളിൽ ഇപ്പോൾ നിങ്ങൾക്ക് താല്പര്യം നഷ്ടപ്പെട്ടതായിട്ട് തോന്നാം. നിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയാത്ത എന്തോ ഒരു കാര്യത്തിലേക്ക് ഉള്ളിൽ നിന്നൊരു ആകർഷണവും തോന്നാം. ഒരു സമയത്ത് കുഴപ്പമില്ല എന്ന് തോന്നിയ ജോലി, ദിനചര്യങ്ങൾ, ജീവിത രീതി എല്ലാം ഇപ്പോൾ അസ്വസ്ഥമായി തോന്നാം. ഈ അസ്വസ്ഥത യാദൃശികമായിട്ട് സംഭവിക്കുന്നതല്ല, വലിയൊരു കാര്യത്തിനു വേണ്ടി ദൈവം നിങ്ങളെ ഒരുക്കുന്നതാണ്. നാം ഇതുവരെ സംസാരിച്ച കാര്യങ്ങളെല്ലാം ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. എല്ലാ കാര്യങ്ങളെയും നമുക്ക് ആത്മീയവൽക്കരിക്കാൻ പറ്റില്ല. അടഞ്ഞു കിടക്കുന്ന എല്ലാ വാതിലുകളും പിശാചിന്റെ പദ്ധതിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അത് നമ്മുടെ തന്നെ തെറ്റായ തീരുമാനങ്ങൾ കാരണമോ ആകാം. ഒറ്റപ്പെടലെല്ലാം തന്നെ ദൈവത്തിന്റെ പദ്ധതി ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ അതിന്റെ അർത്ഥം നാം നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തണം എന്നായിരിക്കും. യേശുവിനെ അനുഗമിക്കുന്നത് ഒരു ശാപമല്ല. യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ജീവിതം മൊത്തം ഭയങ്കര പ്രശ്നമായിരിക്കുമെന്നും മൊത്തം ദുരന്തമായിരിക്കും എന്നുമല്ല അതിനർത്ഥം. നേരെ മറിച്ച് ദൈവത്തിലായിരിക്കുക എന്നതാണ് അതിനർത്ഥം. ഏതൊരവസ്ഥയിലും, പ്രത്യേകിച്ച് നമ്മുടെ സ്വന്തം മാനുഷിക തെറ്റുകളുടെ നടുവിൽ പോലും ദൈവം നമുക്ക് സമാധാനവും വ്യക്തമായ ചിന്തയും മുന്നോട്ട് പോകാനുള്ള ശക്തിയും തരും എന്നതാണ്. ചുമക്കാൻ പറ്റാത്ത ചുമടുകൾ തന്ന് നിങ്ങളെ നശിപ്പിക്കാനല്ല ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. ഏത് കൊടുങ്കാറ്റിന്റെ നടുവിലും നിങ്ങൾക്ക് സമൃദ്ധമായ ജീവനും സമാധാനവും നൽകാനാണ് ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ. Incline thine ear unto me, and hear my speech. Hear my voice, O Lord, according to thy loving kindness. Grant me wisdom and strength to walk in your path. Hear my prayer, O Lord. Guide us in your way. Shema Yisrael, Adonai Eloheinu, Adonai Echad. Baruch Shem Kavod Malchut Ol Olam Vaed.